ഹായ് ഗായ്സ്, ഇന്ന് എൻ്റെ ഏട്ടൻ്റെ മോളെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞങ്ങളെ വീട്ടിൽ നിന്ന് ഓല വീട്ടിലേക്ക് അതിനത്രയും ദൂരമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നടന്നാണ് പോയത്. പിന്നെ ഞാൻ വോയിസ് കൊടുക്കുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയും, കാരണം എനിക്ക് ചെറിയ രീതിയിൽ ചുമ ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഫസ്റ്റ് ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ എല്ലാവരും അത്യാവശ്യം ആൾക്കാരെയൊക്കെ വിളിച്ചിട്ടുള്ള അത്യാവശ്യം വലിയ പരിപാടിയായിരുന്നു. ആളുടെ പേര് അൻവിക എന്നാണ്. ഇതിൻ്റെ മൂത്ത ചേട്ടനാണ് കേട്ടോ. ചേട്ടൻ്റെ വകയായിരുന്നു ഫുഡൊക്കെ. മീൻ പൊരിച്ചതും കൂന്തൽ ഫ്രൈയും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. എൻ്റെ ഏട്ടൻ മീൻ പൊരിക്കുന്നതാണ് ഗേസ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ രണ്ടാമത്തെ ഏട്ടൻ്റെ മോളെ ബർത്ത്ഡേ ആണ് കേട്ടോ. അങ്ങനെ ഗേസ് സ്റ്റേജ് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇതാണ് എൻ്റെ ഏച്ചിയും ബർത്ത്ഡേ ഗേളും. ആൾക്ക് ഞാൻ ഗിഫ്റ്റ് കൊടുക്കുന്നതാണ് നിങ്ങൾ കണ്ടത്. ഇതാണ് എൻ്റെ രണ്ടാമത്തെ ഏട്ടൻ്റെ ഫാമിലി. അപ്പോൾ അവർ കേക്ക് മുറിക്കാൻ പോവാണ്. പിന്നെ ബർത്ത്ഡേകളുടെ വക എല്ലാവർക്കും ടാറ്റയാണ് ഗീസ്. വേറെ പരിപാടികളൊന്നും ആൾക്ക് അറിയില്ലെന്ന് തോന്നുന്നു. സ്റ്റേജിന്മേൽ കയറിയാൽ എല്ലാവർക്കും ടാറ്റ എടുക്കുന്ന പണിയായിരുന്നു. അങ്ങനെ കേക്കൊക്കെ കൊടുത്തു. ആളിട്ട ഡ്രസ്സും ഞങ്ങൾ കൊടുത്ത ഡ്രസ്സും തമ്മിൽ അത്യാവശ്യം എന്താ പറയുക സെയിം രീതിയിലാണ്. ഇതിൻ്റെ കുറച്ചുകൂടി ലൈറ്റാന്നേ ഉള്ളൂ. ഇതാണ് എൻ്റെ അച്ഛനും വല്യച്ഛനും. അങ്ങനെ അത്യാവശ്യം വലിയ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ചേച്ചീൻ്റെ ഫാമിലിയിൽ നിന്നും അത് ഏട്ടൻ്റെ ഫാമിലിയിൽ നിന്നും ഒക്കെ ആയിട്ട്. പിന്നെ ആ പച്ച സാരി എൻ്റെ വല്യമ്മയാണ്. യെസ്, ഇത് ചുമയായിട്ട് ഇത് പറയാൻ കഴിയാത്തതാണ്. പിന്നെ ഞാൻ ഉണ്ടായിരുന്നു. എൻ്റെ തൊട്ട ബാക്ക് നിൽക്കുന്ന എൻ്റെ താഴത്തമ്മയാണ്. അതിൻ്റെ അപ്പുറത്ത് നിന്നിരുന്നത് എൻ്റെ അച്ചമ്മയാണ് കേട്ടോ. അങ്ങനെ എൻ്റെ പാപ്പൻ്റെ വക വലിയ ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. അതാണ് എൻ്റെ ഏട്ടന്മാരെ മൂത്ത മക്കൾ എടുത്തുകൊണ്ട് വരുന്നത്. ഒരു രണ്ടുപേരും എൻ്റെ രണ്ട് ഏട്ടന്മാരെയും മൂത്ത മക്കളാണ് കേട്ടോ. അങ്ങനെ ഇതാണ് എൻ്റെ വല്യച്ഛൻ്റെ ഫുൾ ഫാമിലി എന്ന് അറിയുന്നത്. അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചാൽ നമ്മൾ നല്ല ഫുഡ് കഴിക്കാനിരുന്നു. അങ്ങനെ ഇതിൻ്റെ ഏട്ടനും ഞങ്ങളൊക്കെയായിരുന്നു ഫുഡ് കഴിച്ചത്. പിന്നെ ഐസ്ക്രീം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ അവിടെ പാട്ട് വെച്ചിട്ട് ഡാൻസ് കളിയായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടി ഡാൻസും കാര്യങ്ങളൊക്കെ കളിച്ചു. അപ്പോൾ ഇത്രയ്ക്കുള്ളൂ. ബൈ.